ഇന്ദ്ര, അതെ, എല്ലാവരെയും നിർത്തേണ്ടടുത്ത് നിർത്തണം. രക്തബന്ധം പിതൃബന്ധം എന്നൊക്കെ പറഞ്ഞ് മനസ്സ് പിടിച്ചു പറ്റാൻ നോക്കും. അപ്പോഴൊക്കെ നമ്മൾ കടന്നു വന്ന വഴി നീയെങ്കിലും ഓർക്കണം. ആ കനൽ വഴി നമുക്ക് തന്നത് ദേ ആയിരിക്കുന്ന മനുഷ്യനാ. അതിന്റെ ശിക്ഷ അയാൾ അനുഭവിക്കണം. അതിന് ദൈവം നമുക്ക് ഒരുക്കി തന്ന അവസരമാണിത്. അതിനെ അങ്ങനെ കാണാവൂ. മനസ്സിലായോ? എന്താ നിന്റെ ഉദ്ദേശം? വെജിറ്റബിൾ കുറവാ, കടയിൽ പോയി വാങ്ങേണ്ടി വരും. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മീനുണ്ട്, അതെടുത്ത് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ? ദേ, അപ്പുറത്ത് കിടക്കുന്ന ഭ്രാന്തന്റെ കാര്യത്തിൽ നിന്റെ ഉദ്ദേശം എന്താണെന്നാ ഞാൻ ചോദിച്ചേ. ഓ, അതോ? അദ്ദേഹത്തിന് ആവശ്യമുള്ള മരുന്നൊക്കെ അമ്മ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഇനി ആഹാരം കൂടി അമ്മ കൊടുക്കാൻ തയ്യാറായാല് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടത്തേയില്ല. വാക്കു പറഞ്ഞ വാക്കായിരിക്കണം. രാവിലെ അയാൾക്ക് കൊടുത്തതുപോലെ ഇവിടെ ബാക്കി വരുന്നൊക്കെ ഞാൻ അയാളെ കൊണ്ട് തീറ്റിച്ചോളാം. നീ ഒന്നിനും കൈ കടത്താതിരുന്നാ മതി. എന്താന്നറിയില്ല, അരുതാത്തത് കണ്ട അറിയാതെ പ്രതികരിച്ചു പോവും. അങ്ങനെ ഒരു സ്വഭാവം എന്റെ രക്തത്തിലുള്ളതാന്നാ തോന്നുന്നത്. അതൊക്കെ നീ നിന്റെ കുടുംബത്തിൽ പോയി കളിച്ചാ മതി, ഇവിടെ വേണ്ട. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, അയ്യോ അമ്മ, ഇതിപ്പോ എന്റെ കൂടെ കുടുംബമല്ലേ. അമ്മ കഴിഞ്ഞാ പിന്നെ മൂത്ത മരുമകളായിട്ടുള്ള എനിക്കല്ലേ. ആണോ? അതിന് എന്റെ കാലം കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ സുശീൽ ഇവിടെ പന പോലെ നിപ്പുണ്ട്. എന്നെ എതിർക്കാൻ നിന്നാ നിന്റെ കാലമായിരിക്കും ആദ്യം കഴിയുന്നത്. അല്ല, അമ്മ പന പോലെ നിൽക്കുന്നു പറഞ്ഞ വളരെ ശരിയാ. പിന്നെ അമ്മയെ പോലുള്ളവരെ ദൈവം ഇങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കുമല്ലോ. മിക്കവാറും ഞാൻ മരിച്ചാലും അമ്മ ഇങ്ങനെ തന്നെ ഇരിക്കാനാ സാധ്യത. ഓ, മതിയാക്കടി നിന്റെ അധിക പ്രസംഗം. എന്നെ അടിയറവ് പറയിപ്പിക്കാൻ നീയാണ് ആ ഭ്രാന്തനെ ഇവിടെ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നീ അധികം നെകളിച്ചാലേ ഇന്ദ്രൻ പോലും അറിയാതെ നീയാണ് അയാളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ കാര്യം ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഓ, അപ്പോ എല്ലാം അറിഞ്ഞു വെച്ചിരിക്കല്ലേ. പിന്നെ ഇന്ദ്രേട്ടന്റെ പെർമിഷൻ ചോദിക്കാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ഞാൻ ചെയ്തതൊരു നല്ല കാര്യം ആയതുകൊണ്ട് ഇന്ദ്രേട്ടൻ ക്ഷമിക്കുമെന്നാ എന്റെ വിശ്വാസം. ഇല്ലടി, ഒരിക്കലും അവൻ ക്ഷമിക്കില്ല. അങ്ങനെ ക്ഷമിക്കുന്നവനായിരുന്നു അവനെങ്കിൽ പുറത്തു കിടക്കുന്ന ആ മനുഷ്യനെ അവൻ അംഗീകരിക്കണ്ടേ? ഞാൻ അയാളെ വെറുക്കുന്നിടത്തോളം കാലം എന്റെ മക്കളും അയാളെ അടുപ്പിക്കുന്നു നീ കരുതണ്ട. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ തെരുവിൽ കിടന്നവനെ കുടുംബത്ത് വലിച്ചു കയറ്റിക്കൊണ്ടുവന്നേന് ഇന്ദ്രനെ കൊണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. നോക്കിക്കോ. അമ്മേ, അമ്മേ. എന്താടി? അല്ല അമ്മ, അങ്ങനെയൊക്കെ ചെയ്താ എനിക്കും ചിലത് തിരിച്ചു ചെയ്യേണ്ടി വരും. അല്ലേ, ഈ രാധാമണി അവരെ ഇപ്പോഴും പോലീസ് തെരഞ്ഞോണ്ടിരിക്കുക. രാധാമണി അല്ലല്ലോ, രാധൻമണി. ശേഖരൻ എന്ന വ്യക്തിയെ നാട് കടത്തി ഇല്ലാതാക്കാൻ രാധൻമണിയെ കൊണ്ടുവന്നത് അമ്മയും അമ്മയുടെ വിശ്വസ്തയായ ഹർഷ മേഡവും ആണെന്ന് ഞാൻ പോലീസിനെ അറിയിക്കട്ടെ. അറിയിക്കട്ടെ. അയ്യോ, അരി
അരി തളച്ചു. ഞാനിതൊന്ന് വാങ്ങി വെച്ചിട്ട് സംസാരിക്കാം.